വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഒരു ഇൻവെസ്റ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോ പ്ലസ് അതിന്മേൽ ആ ക്യാഷ് ഇൻഫ്ലോയിന്മേൽ എത്ര റിസ്ക് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ടോട്ടലിനെയാണ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ സ്ട്രീം ഓഫ് ഡിവിഡൻസിനെ ഒരു റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഉപയോഗിച്ച് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ്. ആ ഡിസ്കൗണ്ട് ചെയ്യുന്ന റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത്. Such required rate of return depends upon the elements of risk associated with investment in shares. ആ required rate of return അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത് ആ ഇൻവെസ്റ്റ്മെൻറ്റിന്മേലുള്ള റിസ്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലൈസേഷൻ റേറ്റ് അല്ലെങ്കിൽ ആ ഡിസ്കൗണ്ടിങ് required rate of return എന്ന് പറയുന്നത് it will be equal to the risk free rate of interest plus premium for risk. ഒരു റിസ്ക് ഫ്രീ റേറ്റ് എത്രയാണോ ഒരു സെക്യൂരിറ്റിയുടെ റിസ്ക് ഫ്രീ ആയിട്ടുള്ളൊരു സെക്യൂരിറ്റിയുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണോ പ്ലസ് പ്രീമിയം ഫോർ റിസ്ക്, അതാണ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് അഥവാ KE എന്ന് പറയുന്നത്. സോ ദ ഇക്വേഷൻ ഈസ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ KE ഈക്വൽസ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രീമിയം ഫോർ റിസ്ക് അല്ലെങ്കിൽ റിസ്ക് പ്രീമിയം. പ്രീമിയം ഫോർ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് റിട്ടേൺ ആൻഡ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. പ്രീമിയം ഫോർ റിസ്ക് അല്ലെങ്കിൽ റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് റിട്ടേൺ ആൻഡ് റിസ്ക് ഫ്രീ റിട്ടേൺ. ആ ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്, പ്രീമിയം ഫോർ റിസ്ക് എന്ന് പറയുന്നത്. ഈ പ്രീമിയം ഫോർ റിസ്ക് അല്ലെങ്കിൽ റിസ്ക് പ്രീമിയത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബീറ്റ കോഎഫിഷ്യൻറ്റ് എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ്. സോ പ്രീമിയം ഫോർ റിസ്ക് അല്ലെങ്കിൽ റിസ്ക് പ്രീമിയം ഈക്വൽസ് ബീറ്റ കോഎഫിഷ്യൻറ്റ് ഈക്വൽസ് മാർക്കറ്റ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ. അതിൻ്റെ ഇക്വേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അക്കോർഡിംഗ് ടു CAPM ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ്. ഇനി എൻ്റെ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. CAPM യൂസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. KE ഈക്വൽസ് RF പ്ലസ് ബീറ്റ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു RM മൈനസ് RF. ഇനി അതെന്തൊക്കെയാണെന്ന് നോക്കാം. KE എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലാണ്. RF മീൻസ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. RM മീൻസ് മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ. ബീറ്റ കോഎഫിഷ്യൻറ്റ് BI ഈക്വൽസ് ബീറ്റ കോഎഫിഷ്യൻറ്റ് ഓഫ് ദ ഫേംസ് പോർട്ട്ഫോളിയോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആയിട്ടുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ CAPM ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ അസംഷൻസ്. ഇൻവെസ്റ്റേഴ്സ്, ഫസ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ. ഒരു റാഷണൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ലോജിക്കലായിട്ട് ഡിസിഷൻ എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സാണ് റാഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ദേ ആർ റിസ്ക് അവേഴ്സ്. റിസ്ക് അവേഴ്സ് എന്ന് പറഞ്ഞാൽ റിസ്കിനെ വളരെ നന്നായിട്ട് ലോജിക്കലായിട്ട് റിസ്കിനെ സമീപിക്കുന്നവരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സെയിം റിട്ടേൺ കിട്ടുന്ന 2 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ അവൈലബിൾ ആണ് എങ്കിൽ ഒരു റിസ്ക് അവേഴ്സ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ എപ്പോഴും ലോ റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ചെയ്യുക. ഇനി ആ ഇൻവെസ്റ്റർ ഹൈ റിസ്ക് ബെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഹൈ റിട്ടേൺ ലഭിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചൂസ് ചെയ്യുള്ളൂ. അതാണ് റിസ്ക് അവേഴ്സ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ക്യാപിറ്റൽ മാർക്കറ്റ് ആർ എഫിഷ്യൻ്റ് ഓർ പെർഫെക്റ്റ്. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് അടുത്ത അസംഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫീച്ചറാണ് ആ താഴെ തന്നിട്ടുള്ള 2 പോയിന്റ്. ദർ ഈസ് നോ ടാക്സ് ഉണ്ടാവില്ല, പിന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല, ദെൻ ഇൻഫർമേഷൻ ഫ്രീലി അവൈലബിൾ ആണ്, അതുപോലെ ഈക്വലി അവൈലബിൾ ആണ്, എല്ലാവർക്കും ഈക്വലിയും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സാണ് ആ 2 എണ്ണവും. ഇനി ഇൻവെസ്റ്റേഴ്സ് ഹാവ് ഹോമോജീനസ് എക്സ്പെക്റ്റേഷൻ, എല്ലാവർക്കും ഒരേപോലുള്ള എക്സ്പെക്റ്റേഷനാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബോറോ ആൻഡ് ലെൻഡ് അറ്റ് ദ റിസ്ക് ഫ്രീ റേറ്റ്. ഇൻവെസ്റ്റേഴ്സ് ബോറോ ചെയ്യുന്നതും
ലെൻഡ് ചെയ്യുന്നതും എന്താണ് റിസ്ക് ഫ്രീ റേറ്റിന്മേലാണ്. ഇനി ഒരു പോയിന്റ് വിട്ടുപോയി, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആർ ബേസ്ഡ് ഓൺ സിംഗിൾ പീരീഡ് ഹൊറൈസൺ. ഒരു സിംഗിൾ പീരീഡിലേക്ക് മാത്രമാണ് ഈ ഒരു അസംഷൻ നമ്മൾ പറയുന്നത്. ഒരു സിംഗിൾ പീരീഡിലേക്ക് മാത്രം എടുക്കുന്നതാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റത്തെ 2 പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നോ ടാക്സസ് ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഇൻഫർമേഷൻ ഈസ് ഫ്രീലി ആൻഡ് ഈക്വലി അവൈലബിൾ ടു ഓൾ ഇൻവെസ്റ്റേഴ്സ്. ദീസ് ആർ ദ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ അസംഷൻസ്. ഇനി ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസംഷൻ ഓഫ് ദ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഡൗട്ട് വരുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എഫിഷ്യൻറ്റ്, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് ഓപ്ഷൻ, ഇൻവെസ്റ്റേഴ്സ് ലെൻഡ് ഓർ ബോറോ അറ്റ് എ ഫ്രീ റിസ്ക് റേറ്റ് ഓഫ് റിട്ടേൺ. ഓപ്ഷൻ സി, investors do not have the same expectations about the risk and return. Last option, investors decision are based on a single time period. അപ്പോൾ നമ്മളിപ്പോൾ അസംഷൻ ഓൾറെഡി പഠിച്ചതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ആൻസർ മനസ്സിലാക്കാം. ഇൻവെസ്റ്റേഴ്സ് നോട്ട് ഹാവ് ദ സെയിം എക്സ്പെക്റ്റേഷൻ അബൌട്ട് ദ റിസ്ക് ആൻഡ് റിട്ടേൺ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് CAPMൻ്റെ അസംഷൻ അല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻവെസ്റ്റേഴ്സിന് ഹോമോജീനസ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പോർഷനാണ് ഇനിയും കൂടുതൽ വീഡിയോസ് വേണ്ടത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സെറ്റ് നെറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട സബ്ജക്റ്റ് വൈസ് ക്ലാസ്സസും അതുപോലെ PYQ ഡിസ്കഷൻ സീരീസും നമ്മുടെ ചാനലിലുണ്ട്. താങ്ക് യു. ബൈ യുവർ കൊമേഴ്സ് മെൻറ്റർ നീന.